നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാലാവസ്ഥ ഏറെ ബാധിക്കുന്ന ഒരു രാജ്യമാണ് UAE. ഇവിടങ്ങളിൽ പലതരത്തിലാണ് ഓരോ ഇടങ്ങളിലായി കാലാവസ്ഥ വ്യതിയാനം എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ ജോലിയിലും അതുപോലെ തന്നെ താമസ ഇടങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും മറ്റും പല പ്രശ്നങ്ങളും അനുഭവപ്പെടാറുണ്ട് പലർക്കും. ഏതായാലും UAE-യിൽ കനത്ത മൂടൽ മഞ്ഞിന്റെ സാഹചര്യത്തിൽ അബുദാബി, അലൈൻ, അൽ ദഫ്ര പ്രദേശങ്ങളിൽ റെഡ്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ച കാലാവസ്ഥാ വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണി വരെയും മൂടൽമഞ്ഞ് തുടരും. അലൈനിലെ റമ, അൽ വിഖാൻ, സാബ പ്രദേശങ്ങളിലാണ് റെഡ്, യെല്ലോ അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അബുദാബിയിലെ അൽ വദ്ബ, അതുപോലെ തന്നെ സീഹ്, അൽ ഹമ, സ്വിഹാൻ എന്നിവിടങ്ങളിലും അബുദാബിയിലേക്കുള്ള അൽ സാദ് പാലം, ബൂക്കിരിയ, അൽ ഫയ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ദഫ്രയിലെ മദീന, സായിദ്, ജിസൈൻ പ്രദേശങ്ങളിലും മഞ്ഞ മൂടിയ കാലാവസ്ഥയാണ് ഉള്ളത്. രാത്രിയിലും ഈർപ്പമേറിയ കാലാവസ്ഥയായിരിക്കുമെന്നും നാളെയും ചില തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശ മേഖലകളിൽ താപനില ഏറ്റവും കൂടുതൽ 22 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. താപനില ഏറ്റവും കുറഞ്ഞത് 13 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തിയേക്കാം. കൂടാതെ രാജ്യത്തുടനീളം മണിക്കൂറിൽ 35 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും UAE-യിലെ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തുമെന്ന വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിരുന്നു. രാത്രിയിൽ ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കുമെന്നും ശനിയാഴ്ച രാവിലെ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു. പ്രവചനങ്ങൾ കൃത്യമായി തന്നെ നടന്നു. മൂടൽമഞ്ഞ് രൂപപ്പെടുകയുണ്ടായി. ഇന്നോളം, അതായത് 4 ദിവസം പിന്നിട്ടിട്ടും ഇന്നും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. തീരപ്രദേശ മേഖലകളിൽ താപനില ഏറ്റവും കൂടുതൽ 22 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയും ഏറ്റവും കുറഞ്ഞത് 13 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റ് ശക്തമാകാനും പൊടിപാടലങ്ങൾ ഉയരുവാനും സാധ്യതയുള്ളതിനാൽ പൗരന്മാരും താമസക്കാരും ശ്രദ്ധ പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.